ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് 2025 മെയ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും ദൈവകൃപയോടും കൂടെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 29-ാം വചനം. ജനസിസ് ചാപ്റ്റർ 19 വേഴ്സ് 29 നാം ഇപ്രകാരം വായിക്കുന്നു: എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുമ്പോൾ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. സോദോം ഗോമോറയുടെ ചിത്രം ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ നാം കാണുന്നു. അതിൻ്റെ 2 കാര്യങ്ങൾ ഉൽപ്പത്തി 13-ൽ നാം വായിക്കുന്നുണ്ട്. ദൈവം ഉന്മൂലനാശം വരുത്തുന്നതിന് മുൻപേ ഏദൻ തോട്ടം പോലെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ അതേ സമയത്ത് അവിടുത്തെ ആളുകൾ ദുഷ്ടന്മാരും പാപികളും ആയിരുന്നു. അവിടെയാണ് ലോത്ത് ചെന്ന് ചേർന്നു എന്ന് മാത്രമല്ല, അവരിൽ ഒരാളായിട്ടങ്ങ് മാറുന്ന നിലയിലേക്ക് ആയിത്തീർന്നു. പെൺകുട്ടികൾക്ക് അവിടെ നിന്ന് വിവാഹം ക്രമീകരിക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഹിതമല്ലാത്തതിലോട്ടൊക്കെ ചെന്നു ചേർന്നു. സോദോം ഗോമോറയിൽ നടന്നതോ അതിനോടനുബന്ധിച്ചിട്ടുള്ള ലോത്തിന്റെ വിഷയങ്ങളോ ഒന്നുമല്ല ഇന്ന് ജീവജലത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് അറിയിക്കുവാനുള്ള ദൂത്. മറ്റൊന്നാണ്, ഈ വലിയ ഉന്മൂലനാശം നടന്നിട്ടും ലോത്തിനെ ദൈവം അതിൽ നിന്നും വിടുവിച്ചു. ഉന്മൂലനാശം എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ട് ഒരു ബോംബ് പൊട്ടുന്ന നിലയിലൊന്നും കാണരുത്. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ പുകക്കുഴലിൽ നിന്നും ഉയരുന്നത് പോലെ പുക പൊങ്ങി സകല ദിക്കിലേക്കും അത് ഉയർന്നു. സസ്യങ്ങളെയും ജീവജാലങ്ങളെയും മനുഷ്യരെയും ദൈവത്തിന്റെ ക്രോധത്താൽ ആകാശത്തു നിന്നും ഇതാ ദണ്ഡനമാണ് നടന്നത്. ഗന്ധകം വർഷിപ്പിച്ചു. ദൈവവും അബ്രഹാമും സംസാരിച്ച് നിന്ന സ്ഥാനത്ത് അബ്രഹാം ചെന്ന് നിന്ന് നോക്കിയപ്പോൾ കണ്ടത് അത്രമാത്രം ഭീകരമായ കാഴ്ചയായിരുന്നു. ഈ വലിയ അവസ്ഥയിൽ നിന്നും ലോത്തിനെ ദൈവം വിടുവിച്ചു. അതിന്റെ കാരണം എന്താണ്? ഇന്നത്തെ വാഗ്ദത്ത വചനമാണ് അതിന്റെ കാരണം. അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു. 2025 മെയ് മാസം 8-ാം തീയതി വ്യാഴാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഈ വാഗ്ദത്ത വചനം കേൾക്കുവാനും ഇത് നിങ്ങളുമായി പങ്കിടുവാനും ഒക്കെ ആയിരിക്കുന്നത് എന്റെയോ നമ്മളുടെ ആരുടെയോ വിശുദ്ധ ജീവിതമോ ആത്മീയ ജീവിതമോ പ്രാർത്ഥനാ ജീവിതമോ
ക്രിസ്തീയ ജീവിതം കൊണ്ടോ ഒന്നുമല്ല. അതിനപ്പുറത്തായി പറഞ്ഞാൽ കുടുംബശ്രേഷ്ഠതയോ സഭയുടെ മഹിമയോ ആരോഗ്യത്തിൻ്റെ ശക്തിയോ നമ്മൾ കഴിക്കുന്ന മേത്തരമായ ആഹാരത്തിൻ്റെ മേന്മയോ സൗന്ദര്യമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ആ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് പകരുവാൻ നമ്മുടെ പിതാക്കന്മാർ അവരുടെ ഇല്ലായ്മയിലും മുടങ്ങാതെ ദൈവത്തോട്, കർത്താവേ, അങ്ങയുടെ വചനം പറയുന്നത് പോലെ എൻ്റെ തലമുറയെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് വാതുവെച്ച് മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ആരോഗ്യം, നന്മ, സമ്പത്ത്, സകലതും. നമ്മുടെ പിതാക്കന്മാർ എത്ര കഷ്ടപ്പെട്ട് കൊച്ചു കൊച്ചു കുടിലുകളിൽ, വീടുകളിൽ 3 നേരത്തിന് 1 നേരം തന്നെ ആഹാരം കഷ്ടിച്ച് കഴിച്ചവരുണ്ട്. 1 വർഷത്തേക്ക് 1 ജോഡി വസ്ത്രം മാത്രം ധരിച്ച് ജീവിച്ചവരുണ്ട്. എന്തിന്? ഒരു 50 വർഷം പുറകിലോട്ട് നോക്കിയാൽ പല മാതാപിതാക്കളും ചെരുപ്പ് പോലും ഇടുവാനില്ലാതെ, അതും കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ മധ്യത്തിലും ദൈവത്തിനും ദൈവവേലയ്ക്കും ദൈവമക്കൾക്കും ഒട്ടും കുറയാതെ ചെയ്യുകയും സേവിക്കുകയും ദൈവത്തോട് ആത്മാർത്ഥത പുലർത്തുകയും ചെയ്തിരുന്നു. അവരുടെ തലമുറയെ മുഴുവനും ദൈവം അനുഗ്രഹിച്ചു. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചത് മുഴുവനും അവർ നിത്യതയിൽ ചേർന്നെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തതയാൽ തലമുറകൾക്ക് നൽകി. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനപ്രകാരം ഒരു ചോദ്യം നിലനിൽക്കുന്നു. അബ്രഹാമിനെ ഓർത്ത് ഇത്ര വലിയ ഉന്മൂലനാശത്തിൽ നിന്നും ലോത്തിനെ വിടുവിച്ചു. നമ്മുടെ പിതാക്കന്മാരെ ഓർത്ത് അവരുടെ പ്രാർത്ഥനയും ആത്മീയ വിശുദ്ധിയും ഓർത്ത് നമ്മെ ദൈവം അനുഗ്രഹിച്ചു. കർത്താവിന് വരവിന് താമസമെങ്കിൽ നമ്മുടെ തലമുറ ഇനിയും ഉണ്ടാകാൻ പോകുന്ന വലിയ വിപത്തുകളിൽ നിന്ന് വിടുവിക്കപ്പെടുമോ? നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് എന്തുപദേശങ്ങളാണ് നൽകുന്നത്? കുടുംബമഹിമ, കുടുംബശ്രേഷ്ഠത, കുടുംബയോഗത്തിന്റെ ബുക്ക്, എന്റെ പള്ളി, എന്റെ വീട്ടുകാര്, എന്റെ ജോലി, എന്റെ പണം, ഞാൻ സമ്പാദിച്ചത്, പിന്നെ കുറെ കുടുംബ വഴക്കുകളും വേണ്ടാത്ത ചില പോയിസണും അടുത്ത തലമുറയിലോട്ട് ഇഞ്ചക്ട് ചെയ്യുകയല്ലാതെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കുന്നു, എത്ര പേർ കണ്ണുനീരൊഴുക്കുന്നു? അതെ, കാലം അതിന്റെ അന്ത്യത്തിലോട്ട് നീങ്ങുകയാണ്. ഓരോ ദിവസങ്ങളും നാം കേട്ടുണരുന്ന വാർത്തകൾ ഒരിക്കലും ശുഭകരമല്ല. അങ്ങനെ പ്രതികൂലമേറിയ അനുദിന ലോക ജീവിത യാത്രയിൽ തമ്പുരാന്റെ കൃപയും കരുതലും കാവലും നമ്മുടെ തലമുറയോട് കൂടെ ഇരുന്ന് വലിയ അനർത്ഥങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുവാൻ അവരെ ദൈവം ഓർക്കണമെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവർ ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠനത്തോടുള്ള ബന്ധത്തിൽ ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിലായിരിക്കാം. അവരുടെ ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ പല രാജ്യങ്ങളിലായിരിക്കാം. കുടുംബജീവിതം നയിച്ച് പലയിടങ്ങളിൽ പാർക്കുന്നവരായിരിക്കാം. അങ്ങനെ ഈ ലോകത്തിന്റെ ഏത് ഭൂഖണ്ഡത്തിൽ എവിടെ പോയി പാർത്താലും അബ്രഹാമിനെ ഓർത്ത് വലിയ ഉന്മൂലനാശത്തിൽ നിന്നും ലോത്തിനെ വിടുവിച്ചതുപോലെ എന്റെ കുഞ്ഞിനെ, അവന്റെ കുടുംബത്തെ
കർത്താവ് വരവ് വരെ അവരുടെ തലമുറയെ ദൈവം വിടുവിക്കണം, മാനിക്കണമെന്ന് മുട്ടിപ്പായി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ കുറെ കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടും കുറെ കാര്യങ്ങൾ നേടിവെച്ചിട്ടും പ്രിയമുള്ളവരെ ഒരു കാര്യവുമില്ല. ആ കോടികൾ ഉപയോഗിക്കുവാൻ തലമുറ ഉണ്ടെങ്കിലല്ല കഴിയുകയുള്ളൂ. അവരുടെ നിലനിൽപ്പാണ് പ്രധാനം. അതുകൊണ്ട് പ്രാർത്ഥിച്ച, ദൈവവിളി കേട്ട് ഇറങ്ങിയ, ദൈവം പറഞ്ഞതനുസരിച്ച അബ്രഹാമിനെ ഓർത്ത ദൈവം ലോത്തിനോട് കരുണ തോന്നിയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കാം. ഇന്ന് നിങ്ങൾ വിഷമത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന വിഷയം എന്താണ്? നിങ്ങളുടെ ജോലിയാണോ? ചില നിയമപ്രശ്നങ്ങളാണോ? കുടുംബജീവിതത്തിന്റെ തകർച്ചയാണോ? ഭവനത്തിന്റെ പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണോ? വിവാഹപ്രായം കഴിഞ്ഞ പെൺമക്കൾ, ആൺമക്കൾ വേണ്ട അലയൻസ് കിട്ടാതെ കുടുംബജീവിതം പൂർണ്ണതയിൽ എത്താതെ കഴിയുന്നവരുണ്ടോ? കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് വർഷങ്ങളായി തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ? ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കപ്പെട്ട മെഡിക്കൽ റിപ്പോർട്ട് അത് നിങ്ങളുടേതോ കുടുംബാംഗങ്ങളുടെയോ ആരുടേതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ വളരെ പ്രതീക്ഷിച്ചതിന് വിപരീതമായി വേദനയോടെയാണോ കഴിയുന്നത്? എന്താണ് പ്രശ്നം? ദൈവസന്നിധിയിൽ ഇറക്കി വെക്കാം. പ്രിയമുള്ളവരെ, നമ്മെ അറിയുന്ന, നമ്മുടെ വേദന അറിയുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളട്ടെ, സ്വീകരിക്കട്ടെ. നിങ്ങളുടെ തലമുറകളോട്, കുടുംബത്തോട്, പ്രാർത്ഥനാ വിഷയത്തോട് ലോത്തിനോട് കരുണ തോന്നിയതുപോലെ ദൈവം കരുണ തോന്നട്ടെ. അബ്രഹാമിനെ ഓർത്തതുപോലെ കണ്ണുനീരൊഴുക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന പ്രിയ പിതാവിനെയും മാതാവിനെയും തമ്പുരാൻ കാണട്ടെ. അങ്ങനെ വിടുതലും ആശ്വാസവും നൽകി അനുഗ്രഹത്തോടെ ഇന്നത്തെ ദിനം അവിടുത്തെ വലങ്കരം പിടിച്ച് നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ. അങ്ങനെ ഇന്നത്തെ ദിനം ജീവജലം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ നിലകളിലും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി ദൈവകൃപയോടെ കാത്തു പരിപാലിക്കട്ടെ. ആയതിനായി നമ്മെ തന്നെ ദൈവവരങ്ങൾ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉടയവനും പരിപാലകനുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ദാസനായ അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വലിയ ഉന്മൂലനാശത്തിൽ നിന്നും സോദോം ഗോമോറയിൽ നിന്നും വിടുവിച്ച ദൈവത്തിന്റെ കരുതൽ, കരുണ, കൃപ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ ജാഗരിച്ചതിന്റെ ഫലമായി എത്രയെത്ര പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ വന്നുപോയി. മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, പ്രകൃതി ദുരന്തങ്ങൾ, മറ്റു പല പ്രതിസന്ധികളൊക്കെ കടന്നു വന്നു. അവയിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ചു. എന്നാൽ ഞങ്ങളുടെ തലമുറ കർത്താവിന്റെ വരവ് വരെ ഈ ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ അവരെ അവിടുന്ന് ഓർക്കുവാൻ, അവരെ വിടുവിക്കുവാൻ ഞങ്ങളുടെ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ ലോകത്തുള്ള പലതിനെ ചൊല്ലി വിചാരപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ദൈവസന്നിധിയിൽ അഭയാചന കഴിക്കുകയാണെന്നുള്ള തികഞ്ഞ ബോധ്യത, തിരിച്ചറിവ് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഏറ്റവും വലുതായി കരുതേണ്ടത് ദൈവസന്നിധിയിൽ മാത്രമാണെന്ന് ഇത് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. കേട്ട വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും
അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, അബ്രഹാമിനെ ഓർത്തിയ ഒരു ദൈവം, അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ലോത്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയിട്ടും ലോത്തിനൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ലോത്തിനെ അല്ല ദൈവം ഓർത്തത്, അബ്രഹാമിനെ. അങ്ങനെയെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന, വിശ്വസ്തയോടെ ദൈവസന്നിധി ജാഗരിക്കുന്ന ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്, ഉത്തരമുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് നിശ്ചയമായും തമ്പുരാൻ മറുപടി നൽകും. സ്വർഗത്തിലെ ദൈവം എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും നമ്മെ ഏവരെയും ഐശ്വര്യമായി അനുഗ്രഹിച്ച് സമൃദ്ധിയോടെ, വിടുതലോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ നടത്തട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.